എന്ന ഒരു ചെറുകഥാ സമാഹാരമാണ്. അത് എഴുതിയത് ശ്രീ സായി പൂത്തോട്ടയാണ്. അദ്ദേഹം പേരുകൊണ്ട് നമ്മുടെ പൂത്തോട്ട എന്ന ഗ്രാമത്തിൻ്റെ പേരുകൊണ്ട് നമ്മളോട് ചേർന്നിരിക്കുന്നുവെങ്കിലും അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവൽ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വീടാണ് ഇവിടെ പൂത്തോട്ട. അതുകൊണ്ടാണ് അദ്ദേഹം ആ പേരിൽ പൂത്തോട്ട എന്ന് ചേർത്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ കഥ 24 ചെറുകഥകളാണ് ഈ ഒറ്റവാക്ക് എന്ന പുസ്തകത്തിലുള്ളത്. ഈ ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടാതെ അദ്ദേഹം നവഗീതം, ഒരു യാത്രയും കൂടി, ആത്മഗീതിക എന്നിങ്ങനെ 3 പുസ്തകങ്ങൾ കൂടി എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒറ്റവാക്ക് എന്ന ഈ പുസ്തകം 4ാമത്തെ പുസ്തകമാണ്. ഇദ്ദേഹം എൻ്റെ സുഹൃത്താണ്. മാത്രമല്ല ഞങ്ങൾക്കൊരു FB കൂട്ടായ്മയുണ്ട്. വിശുദ്ധി എന്ന് പറയുന്ന ഒരു പ്രകൃതി സംരക്ഷണ ഒരു സംഘടനയാണ്. അദ്ദേഹം അതിൽ സെക്രട്ടറി കൂടിയാണ്. അപ്പം അതിനെ ഒത്തിരി പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ഇത്രയും ഒരു സുഹൃത്തും ഇത്രയും പരിചയമുള്ള ഒരാളുടെ കഥ തന്നെ വായിക്കാനാണ് ഞാനിപ്പോഴും ഇഷ്ടപ്പെടുന്നത്. എൻ്റെ ഒപ്പം എനിക്ക് ഒത്തിരി സൗഹൃദങ്ങളുണ്ട്, കവികളുണ്ട്, അങ്ങനെ എഴുത്തുകാരങ്ങനെയൊക്കെ ഉണ്ട്. ഞാനിപ്പോഴും എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരുടെ കഥകളോ കവിതകളോ ഒക്കെ വായിച്ചിടാനാണ് ഇഷ്ടം കാണിക്കാറ്. അതുപോലെ ഞാനിങ്ങനെ കഥ വായിക്കാമെന്ന് പറയുമ്പോൾ ചേട്ടന് ഭയങ്കര സന്തോഷമായി. ചേട്ടനൊരു വീഡിയോ എനിക്ക് ചെയ്തു തന്നു. അത് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. പുള്ളി തന്നെ പറഞ്ഞ് ഒരു വീഡിയോ എനിക്ക് ചെയ്തു തന്നു. 2 വട്ടം വിളിച്ചു, ശിവാനി എൻ്റെ കഥ വായിക്കാനെടുത്തതിന് വലിയ സന്തോഷം, അതിനെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ കഥ ഞാനിപ്പോൾ വായിക്കാൻ പോകുന്ന കഥ അടരുന്ന തുമ്പം എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു. എങ്ങനെയാണ് ആ കഥയിലേക്ക് വന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഓണം ഒരു ദിവസം ഇങ്ങനെ ഒരു നാളിൽ ഓണം കഴിഞ്ഞ് 2ാം ദിവസം അദ്ദേഹവും ഭാര്യയും ഇന്നും നടക്കാൻ പോകാറുണ്ട്. ഓണം കഴിഞ്ഞ് 2ാമത്തെ ദിവസം അദ്ദേഹവും ഭാര്യയും കൂടെ നടക്കാൻ പോയി രാവിലെ. ആ പോകുന്ന വഴിയിൽ ഇങ്ങനെ നമ്മൾ തിരുവോണത്തിന് പൂക്കളത്തിൽ മുത്തപ്പന വെച്ചിട്ട് നിറയെ തുമ്പപ്പൂ വെച്ചിട്ടാണല്ലോ അലങ്കരിക്കുക. അപ്പോൾ തുമ്പപ്പൂക്കളെല്ലാം അവിടെ ഇങ്ങനെ വാടിക്കിടക്കുന്നു. അപ്പോൾ വാടിക്കിടക്കുന്ന ഒരു ദുഃഖം, ഓണത്തിൻ്റെ അന്ന് ഈ തുമ്പപ്പൂവിൻ്റെ കഷ്ടകാലാണ്, എല്ലാം പിഴുത് ഇതിങ്ങനെ ഉണങ്ങിപ്പോവല്ലേ, അങ്ങനെ ഒരു വാക്ക്, ആ വാക്കിൽ നിന്നാണ് ഈ കഥ ജനിക്കുന്നത് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പം നമുക്കിനി ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. അടരുന്ന തുമ്പപ്പൂ. ഓണദിനം തുമ്പകളുടെ കഷ്ടകാല, അവയെ ആകെ പിഴുത് നശിപ്പിക്കുന്ന ദിവസം. അവൾ മുന്നേ കാറ്റിലെ അപ്പൂപ്പൻ താടി പോലെ ഒഴുകി നടക്കുകയാണ്. ഒപ്പം ഇടതുവശത്തെ മുറ്റത്ത് തൂവിയിട്ട വാടിയ തുമ്പച്ചെടികൾ നോക്കിയാണ് അവൾ ആ വാക്ക് പറഞ്ഞത്. അതിന് ഒരു വളവ് മുന്നേ അവിടെ നീലച്ച കൈകൾ നിറഞ്ഞ ഒരു പുഴയും അതിൽ കൈവരിയില്ലാത്ത ഒരു പാലവും ഉണ്ടായിരുന്നു. അവന്റെ കൈ പിടിച്ച് അതിലേക്ക് ഓടിക്കൊണ്ട് അവൾ ഇങ്ങനെയും പറഞ്ഞിരുന്നു, നമുക്കിന്ന് പുഴയിൽ കുളിക്കാൻ വരണം. പാലത്തിന്റെ നടുഭാഗത്തിൽ നിന്നും താഴേക്ക് നോക്കി അവൾ ആ സന്തോഷവാക്ക് പറഞ്ഞിട്ട് പിന്നെ അടുത്ത വർത്തമാനം ആ മുറ്റത്തെ പൂക്കളത്തിൽ ഉണങ്ങിക്കിടക്കുന്ന തുമ്പച്ചെടികൾ കണ്ടപ്പോഴുള്ള സങ്കടത്തിലാണ് തുടക്കമിട്ടത്. അവൾ പലതും പറഞ്ഞ് മുന്നോട്ട് നടക്കുകയാണ്. അടുത്ത് റോഡ് 2ആയി കയറ്റത്തിലേക്ക് തിരികെ അവളിൽ നിന്നും വീണ്ടും ഒരു വാക്ക് വന്നു, പുഴയിൽ കുളിക്കാൻ വരുമ്പോൾ നമുക്ക് ഒരു ബക്കറ്റ് എടുക്കണം. അയാൾ അവളെ നോക്കി, പുഴയിൽ നിന്നും കുറച്ച് കല്ലുകൾ പെറുക്കിയെടുക്കാനാ? നടക്കുമ്പോൾ അവൾ എപ്പോഴും അയാളിലേക്ക് ചാഞ്ഞു പടരുകയും അയാൾ വഴിയരികിൽ നിന്ന് തള്ളി മാറ്റപ്പെടുകയും ചെയ്തിരുന്നു. പലപ്പോഴും അയാൾക്ക് അവളെ തിരികെ തള്ളി റോഡിനരികിലേക്ക് എത്തിക്കുന്ന അരിശവും വന്നിരുന്നു. ദേ ഈ പൂവ് കണ്ടോ, എന്തൊരു ചുവപ്പ് നിറയെ പൂവിന്, സാധാരണ ചിത്രകാരന്മാർ വരയ്ക്കുന്ന പൂവിന്റെ അതേ വർണ്ണം അല്ലേ? അയാൾ ഒന്നും പിന്നില്ല. അതെന്ന് പറ. അതെ. അയാൾ ആ വാക്ക് പറഞ്ഞ് മുന്നോട്ട് നടന്നു. ഓ വയ്യ. അവൾ ഒരു കൈ അവന്റെ തോളത്ത് വെച്ച് കയറ്റത്തിലേക്ക് ബലം കൊടുത്ത് നടന്ന് കയറി. റോഡ് കയറ്റം കടന്ന് താഴ്ന്നു വന്നിടത്ത്
കല്ല് കെട്ടി ഉയർത്തിയ മുറ്റത്ത് നിക്കർ മാത്രം ഇട്ട ഒരു കുട്ടി തൂമ്പ കൊണ്ട് പൂക്കളം കൊത്തി ഇളകുന്നു. ഇവനെന്തായി കാണിക്കുന്നേ? ഓണ് കഴിഞ്ഞു കരുതി അതിരാവിലെ പൂത്തറ കൊത്തി ഇളക്കുക നീ? അവളുടെ ചോദ്യത്തിന് അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല. എന്നാലും അവൻ ഏതോ വലിയ ഉത്തരം പറഞ്ഞതുപോലെ ചിരിച്ചു. അവനെ കിടന്ന് അവൾ വലതുവശത്തേക്ക് ചരിഞ്ഞിറങ്ങുന്ന ഒരു ഭാഗത്തേക്ക് ഓടി മാറി. അവിടം താഴ്വാരമായിരുന്നു. മഞ്ഞ് പൂർണ്ണമായും മാറാതെ അതിൽ വിശാലമായ ഒരു പാടശേഖരം മങ്ങി കാണാമായിരുന്നു. അയാൾ വളവ് തിരിഞ്ഞു ചെല്ലുമ്പോൾ അവൾ ആ പാടത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനോട് വർത്തമാനം പറയുകയായിരുന്നു. ഏതോ വാക്കു പറഞ്ഞ് ആ കൃഷിക്കാരൻ തൻ്റെ തോളത്ത് കിടന്ന പമ്പ് ചാമ്പി ഒരു ലായിനി കപ്പക്കൂനിക്ക് മുകളിൽ അടിച്ചുകൊണ്ടിരുന്നു. പാടത്തിന്റെ ഒരു മൂലയിൽ കൂട്ടിയിട്ട് തീ കൊളുത്തിയ ടയറുകൾ അപ്പോഴും കത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും വിഷം മതി. അവൾ അതും പറഞ്ഞ് പാടത്തേക്ക് ഓടി മറഞ്ഞു. അയാൾ അതേ താളത്തിൽ മുന്നോട്ട് നടന്ന് ഒരു കരിമ്പന ചുവട്ടിൽ കാത്തു നിന്നു. കോഴികൾ അത്രയും. അതും പറഞ്ഞാണ് അവൾ മൂക്കും പൊത്തി പെട്ടെന്ന് മുന്നിൽ വന്നത്. ആ ഭാവം പെട്ടെന്ന് മാറി. എന്നിട്ടവൾ കൈകൾ രണ്ടും ആകാശത്തേക്ക് ഉയർത്തി നെഞ്ചു തള്ളിച്ചു നിർത്തി തല കുടഞ്ഞു. ആ മുടികൾ ആകെ അഴിഞ്ഞുലഞ്ഞു വിടർന്നത് അവൻ നോക്കി നിന്നു. അവൾ ഉച്ചത്തിൽ ചിരിച്ചു. എന്നിട്ട് വീണ്ടും തലയാട്ടി അഴിഞ്ഞുലഞ്ഞ മുടി തടുത്തു വാരി ചുറ്റി മുകളിലേക്ക് കെട്ടിവെച്ച് അയാളുടെ കൈ പിടിച്ച് വലിച്ചു. വാ, നമുക്ക് പോകാം, വാന്ന്. അവൻ ശക്തിയായി അവനെ വലിച്ചു. ഞെട്ടിട്ട് വീഴും പോലെ അയാൾ സ്വപ്നത്തിൽ നിന്നും ഉണർന്നു. മുകളിൽ ആ ഫാൻ എന്നും പോലെ കറങ്ങുന്നു. അയാൾ വലതുവശത്തേക്ക് തല ചിരിച്ചു. അലമാരിക്ക് മുകളിൽ ഭിത്തിയിലെ ഫോട്ടോയിലേക്ക് പതിയെ നോട്ടമെത്തി നിന്നു. അവിടെ അവൾ അയാളെ നോക്കി എന്നത്തെ പോലെ ചിരിച്ചുകൊണ്ട്. ഓണത്തിൻ്റെ രാവിലെ അയാൾ അതിൽ ചാർത്തിയ തുമ്പപ്പൂമാല അപ്പോഴും ഒട്ടും വാടിത്തുടങ്ങിയിരുന്നില്ല. കഥ കഴിഞ്ഞു. ഇഷ്ടായോ? റേഡിയോയിലൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. റേഡിയോയിൽ ഇതുപോലെ കഥ പറച്ചിൽ കണ്ടാറുണ്ട്. അത്രയും മനോഹരമായിട്ട് അതിന്റെ ഭാവങ്ങൾ ചോർന്നു പോകാതെ വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ ശിവാനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശിവാനി ഇതൊരു തുടക്കമാണെങ്കിൽ ഇതിൽ നിന്ന് ഒരുപാട് വളരട്ടെ എന്ന് ആശംസിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രഗത്ഭരായവരും അല്ലാത്തവരുമായ ധാരാളം പേർ പുസ്തകം അവതരിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം പുസ്തകം കൂടുതലും അവതരിപ്പിച്ചിരിക്കുന്നത് വായനാ പക്ഷാചരണവുമായി ബന്ധപ്പെട്ടാണ്. PN പണിക്കരെ കുറിച്ച് ഇത്ര വിശദമായി സംസാരിച്ചതിന് ശേഷം പുസ്തകം പരിചയപ്പെടുത്തുന്നത് അതും ആദ്യത്തെ അനുഭവമാണ്. എന്തായാലും ശിവാനി PN പണിക്കരെ കുറിച്ചും വായനയെ കുറിച്ചും എല്ലാം കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇന്ന് ഇവിടെ വന്ന് സംസാരിക്കാനായിട്ട് റെഫർ ചെയ്തിട്ടുണ്ടാവും ഈ അടുത്ത ദിവസങ്ങളിൽ. അതും വായനശാലയെ സംബന്ധിച്ച് നമ്മൾ ഒരാളെ വായനയിലേക്ക് കൊണ്ടുവരുന്നതിന്